ഹലോ ക്യൂട്ടീസ്. അപ്പോൾ കുറച്ച് നാളായി ഞാൻ മുഖത്ത് മാസ്കും ഇങ്ങനത്തെ ഒരു മണ്ണാങ്കട്ടെ മുഖത്തിടാറുണ്ടായിരുന്നില്ല. എൻ്റെ മുഖം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഡള്ളായിട്ടായിരിക്കണേ. അപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നൊരു സാധനമാണ് ഈ മഞ്ഞൾ നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് അത് പാക്കാക്കി ഇടുക. അങ്ങനെ ഞാൻ കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് അതും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖത്തിടുകയാണ്. കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ഐശ്വര്യം ഞങ്ങൾ രണ്ടുപേരും മുഖത്ത് വാരിക്കോരി തേച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം, അറിയില്ല, ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു 20-30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ ദേ വൈപ്പ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഡൾനെസ് മാറി ചെറിയൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ തുടച്ച് മാറ്റി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, നമ്മൾ യൂട്യൂബിലൊന്നും കാണുന്ന പോലെ. ഒരു ചെറിയ ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. ഇനിവേ കൊള്ളാം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മുഖത്തിട്ടാൽ നല്ലതായിരിക്കാം. കൺസിസ്റ്റൻസി വേണമല്ലോ, അതാണ് കീ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈവനിങ് പുറത്ത് പോയപ്പോൾ കഴിച്ച ഫുഡ് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറച്ച് നാളായല്ലോ ഈ വാട്ട ഈറ്റിനിടെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇത്തവണ ഫ്രഞ്ച് ടോസ്റ്റ് പോയപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഡിഷാണ്. ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ബീഫ് വെച്ചിട്ടൊരു സാധനമാണ്, പക്ഷെ കാണുമ്പോൾ ഒരു പച്ച ഇറച്ചി പോലില്ല. അപ്പോൾ എനിക്ക് ഒരുമാതിരി എന്താ ടേസ്റ്റ് ഉണ്ടാവും. അന്ന് സാൽമണിൻ്റെ സൂഷി കഴിച്ച ഫീലായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി, കൊള്ളായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, ലവ് യു.